ശ്രീ സുരേഷ് കുമാർ, ഈ തേവലക്കര സ്കൂൾ എന്ന് പറയുന്നത് വെറുമൊരു സ്കൂളല്ല, വെറുമൊരു എയ്ഡഡ് സ്കൂളല്ല. കാലാകാലങ്ങളായി CPM-ന്റെ ഭരണസമിതി ഭരിക്കുന്ന, CPM-ന്റെ പൂർണ്ണമായും നിയന്ത്രണത്തിലുള്ള സ്കൂളാണ്. ആ സ്കൂളിൻ്റെ ഒരു അവസ്ഥ നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതുണ്ട്. അപ്പോൾ ഭരണ സംവിധാനം തന്നെ CPM-ന്റെ, KSEB, അതുപോലെ വിദ്യാഭ്യാസ വകുപ്പ് എല്ലാം CPM-ന്റെ സംവിധാനത്തിൽ നിൽക്കുന്ന ഒരു സ്കൂൾ. അവിടെയാണ് ഇത്തരത്തിൽ ഈ കുട്ടികളുടെ ജീവന്, നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്, ഈ കുട്ടികളുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന വിധത്തിൽ ഇത്തരത്തിൽ ഒരു അനാസ്ഥ ഉണ്ടായത്. എന്തുകൊണ്ടാണ് അവിടെ ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇടപെടാൻ കഴിയാതിരുന്നത്? അത് എങ്ങനെയാണ് അത് അവഗണിക്കപ്പെട്ടത്? നോക്കൂ, എങ്ങനെയാണ് അവഗണിക്കപ്പെട്ടത് എന്ന വാക്ക് തന്നെ, പ്രയോഗം തന്നെ ശരിയല്ല. ഈ സ്കൂളിൽ ഇത്തരത്തിലുള്ള ഒരു അനാസ്ഥ അത് ഉണ്ടായതിനെ സംബന്ധിച്ച് കൃത്യമായി അതിന്റെ വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. ഇന്നിപ്പോ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ വിഷയം അറിഞ്ഞ സന്ദർഭത്തിൽ മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം നൽകുന്ന സന്ദർഭത്തിൽ ഞാനടക്കമുള്ള ആളുകൾ സാക്ഷിയാണ്. അദ്ദേഹം പറഞ്ഞതിനപ്പുറമൊന്നും കൂടുതലായി എനിക്ക് പറയാനില്ല. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് അതിദാരുണമായ, വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്നിപ്പോ കൊല്ലം തേവലക്കരയിൽ ഉണ്ടായിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ സൂചിപ്പിച്ചത്, കൃത്യമായി ഉദ്യോഗസ്ഥരോട് ഇതിന്റെ വിവരം ആരായുകയും സമയബന്ധിതമായി ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളും റിപ്പോർട്ട് രൂപേണ നൽകണം എന്ന അന്ത്യശാസനം ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളത്തിൽ നല്ല ഏത് മന്ത്രിസഭയ്ക്കും ഈ രൂപത്തിൽ മാത്രമേ ഇടപെടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അവിടെ ഈ ലയൻ ഉണ്ടായതും അതുമായി ബന്ധപ്പെട്ട അനാസ്ഥയും ഒക്കെ കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കി കുറ്റക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കും. ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രൂപത്തിൽ അതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് കേട്ടു തുടങ്ങിയത്. പൊതുവിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് കെട്ടി ഊതി വീർപ്പിച്ച നിലയിലുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത് എന്നുള്ള നിലയിലൊക്കെ കിട്ടിയ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സർക്കാരിനെയും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയും ഒക്കെ ഇപ്പൊ തന്നെ കടന്നാക്രമിച്ച് തള്ളിയിട്ട് കളയാം എന്ന ഞാൻ പറഞ്ഞു പൂർത്തിയാക്കില്ല. ഒരു സെക്കൻഡ് സുരേഷ് കുമാർ, നമുക്ക് അതിലേക്ക് വരാം. അത് രണ്ടാമത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കുട്ടികൾ ജീവനോടെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവിടെ രാഷ്ട്രീയ വിവാദങ്ങളും രാഷ്ട്രീയ ചർച്ചകളും നടക്കേണ്ടതുള്ളൂ. ഇപ്പോൾ കുട്ടികളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന വിധത്തിലുള്ള സംഭവങ്ങൾ പല സ്കൂളുകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഇവിടെ ഈ സ്കൂളിന് എങ്ങനെയാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചത്? അത് താങ്കൾ ഒന്ന് വിശദമാക്കാമോ? അങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലാണോ തേവലക്കര സ്കൂൾ ഉണ്ടായിരുന്നത്? ഇതേ ചോദ്യം തന്നെയാണ് ഇന്ന് രാവിലെ മാധ്യമ പ്രവർത്തകർ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് ഇതേ ചോദ്യം തന്നെയാണ് ചോദിച്ചത്. നിങ്ങൾ ആ ബൈറ്റ് പരിശോധിച്ചാൽ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ന്യൂനതകൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ ന്യൂനതകൾ കൃത്യമായി പരിശോധിക്കും. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അടക്കമുള്ള ആളുകളെ അതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ രൂപത്തിൽ ഒരു അവിചാരിതമായിട്ടുള്ള, വളരെ ആകസ്മികമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായതിന്റെ കാരണക്കാർ, അവിടെ ദുരുത്തരവാദപരമായി പെരുമാറിയത് ആരാണ്, അവരെ സംബന്ധിച്ചൊക്കെ തന്നെ കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇദ്ദേഹം വരികൾക്കിടയിലൂടെ പറഞ്ഞു ഊതി വീർപ്പിക്കപ്പെട്ടതാണ് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെന്ന്. നിങ്ങൾക്ക് ഒരുപക്ഷെ അങ്ങനെ തോന്നും. കാരണം നിങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകനായി കടന്നു വന്നിരിക്കുന്നത് വളരെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. കൃത്യമായ രാഷ്ട്രീയമുണ്ട് നിങ്ങൾക്കൊക്കെ. ആ രാഷ്ട്രീയം തുറന്നു പറഞ്ഞ് ചർച്ചയിൽ പങ്കെടുക്കാൻ നിങ്ങൾ തയ്യാറാകണം. 13 ലക്ഷം വിദ്യാർത്ഥികളാണ് കേരളത്തിന്റെ രാഷ്ട്രീയം പറയുന്നത് പറ്റിക്കലാകില്ലല്ലോ. ദയവേത് അത്തരം പരാമർശങ്ങൾ താങ്കൾ ഒഴിവാക്കണം. പറ്റിക്കാൻ വേണ്ടിയാണ് ചർച്ചയിൽ ഒരാൾ വന്ന് പങ്കെടുക്കുന്നത് എന്ന് പറയുന്നത് വളരെ മോശമാണ്. ഞാൻ പറഞ്ഞ പരാമർശത്തെ കൃത്യമായി മനസ്സിലാക്കാതെയാണ് പറയുന്നത്. എല്ലാവർക്കും കൃത്യമായി രാഷ്ട്രീയമുള്ളവരാണ്, രാഷ്ട്രീയ നിരീക്ഷകരുടെ അല്ലെങ്കിൽ നിഷ്പക്ഷരുടെ വേഷം അണിഞ്ഞ് ഇവിടെ വരുന്നത്. അവർക്കെല്ലാം കൃത്യമായ പക്ഷമുണ്ട്. ആ പക്ഷം വെളിവാക്കി ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ കുറച്ചുകൂടെ ജനങ്ങൾക്ക് അത് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അല്ലാതെ നിഷ്പക്ഷതയിൽ ഒളിപ്പിച്ച പക്ഷപാതിത്വം വിളമ്പുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. ഞാൻ പറഞ്ഞ കാര്യം പൂർത്തീകരിക്കാൻ എന്നെ അനുവദിക്കണം. 13 ലക്ഷം വിദ്യാർത്ഥികൾ ഈ കഴിഞ്ഞ കാലയളവിൽ സ്വകാര്യ സ്കൂളുകൾ ഉപേക്ഷിച്ച് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ആശ്രയിച്ച് കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല സമീപകാലത്ത് ആർജിച്ചെടുത്ത നേട്ടത്തിന്റെ ഉൽപ്പന്നമായി നമുക്കതിനെ
കണക്കിലെടുക്കാം. പക്ഷെ ഇവിടെ നമുക്ക് വേദനാജനകമായി നമ്മുടെ ഒരു മകനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മിഥുൻ എന്നാണ് ആ കുട്ടിയുടെ പേര്. അതിന്റെ കാര്യകാരണ സഹിതങ്ങളിലേക്ക് ഞാൻ കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് നിരുത്തരവാദപരമായിട്ടുള്ള പെരുമാറ്റവും പ്രവർത്തനവും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനെ സംബന്ധിച്ച് കൃത്യമായി പരിശോധിക്കും. പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകുമെന്ന് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ പറയാൻ എനിക്കില്ല. ഇത് കൃത്യമായി കേരളത്തിന്റെ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇത് പല സ്ഥലങ്ങളിലും നിങ്ങൾ നോക്കൂ, 55% വിദ്യാർത്ഥികൾ സ്കൂൾ പ്രായമെത്തിയവർ സ്കൂളിലേക്ക് എത്താത്ത സ്റ്റേറ്റുകളുള്ള ഒരു രാജ്യത്താണ് നമ്മുടെ പ്രവർത്തനം നടക്കുന്നത്. ഇവിടെ സ്കൂൾ പ്രായമെത്തിയ എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിലേക്ക് എത്തുന്നുണ്ട്. കേരളത്തിൽ നല്ല അക്കാഡമിക് സംവിധാനമുണ്ട്. എല്ലാ തരത്തിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തെക്കാൾ മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്നു. ആ പൊതുവിദ്യാഭ്യാസത്തെ ഒരു സംഭവത്തെ ചൂണ്ടിക്കാണിച്ച് പരമാവധി ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നതിന്റെ ലക്ഷ്യം വേറെയാണ്. അത് ഗൂഢലക്ഷ്യമാണ്. ആ ഗൂഢലക്ഷ്യത്തിന് പിന്നിലെ ഹിഡൻ അജണ്ട എന്താണെന്ന് തിരിച്ചറിയാൻ ഞങ്ങൾക്കെല്ലാം നല്ല ബോധമുള്ളവരാണ്. ഇത് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. ഇത് എങ്ങോട്ടാണ് ഇവർ ഇതിനെ കൊണ്ടുപോകുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഈ ഒരു സംഭവം അത് ഞാൻ പറഞ്ഞല്ലോ, വേദനാജനകമാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതിന്റെ പേരിൽ ആർക്കെങ്കിലും നിരുത്തരവാദപരമായിട്ടുള്ള തെറ്റ് കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ, സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് കൃത്യമായി പരിശോധിക്കും. അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഈ സംഭവങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്ത വകുപ്പുകളോട് വകുപ്പ് മന്ത്രിമാർ തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഒരു മന്ത്രിസഭയെ ആകെ കരുവാരിത്തേക്കാനും ഇതാകെ കുഴപ്പമാണ്, അവസാന നാളുകളിൽ മന്ത്രിമാർ നിരുത്തരവാദപരമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അടച്ചാക്ഷേപിക്കുന്നവർക്ക് പിന്നിൽ അവർക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയ അജണ്ട മറച്ചു വെക്കാതെ സംസാരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്.